So, good afternoon, dear friends, and thank you for coming on this short notice to cover this press briefing. I know after this we have to go to one more press conference by the Joint Forum dealing with the same issue. So we will finish it, try to finish it fast. Today's press briefing is to let you know about our view on these rules which I introduced, which came on Monday, amending some of the rules of foreign contribution regulation rules 2011. It has come up with some more rules clarificatory or clarifying some things of that Act of 2011. So now I request Father Matthew to say what our points are. First of all, I welcome to each one of you to this press conference. It was, of course, many of you were asking for it. That was the reason we called all of you together. See, all of us know that the government has given certain rules with regard to the FCRA amendment happened in 2010. And all of a sudden, this new rules giving to the NGOs, it is a bit alarming. But at the same time, these rules are giving us certain clarifications with regard to the 2010 amendment. We feel at this moment it was unnecessary because already there is a new amendment bill is happening. And we have already aired our concern with regard to the proposed new amendment bill. Sure. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ മിനിഞ്ഞാന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് FCRAയുമായിട്ട് ബന്ധപ്പെട്ട് 2010 അമെൻമെൻറ്റിനെ ആധാരമാക്കി പുതിയ ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ നിയമങ്ങൾ ഓൾ ഓഫ് ദ സഡൻ ആണ് കമ്മി. അതും നമുക്ക് ഈ പുതിയതായിട്ടുള്ള ഓൾറെഡി ഒരു പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ് ബിൽ ഈസ് in the parliament, which they are yet to take, hope that they may not take, we pray for that. Anyway, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ റൂൾസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇന്നലെ വരെ നമ്മൾ അന്നത്തെ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഇതുവരെയും NGOകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് ചെലുത്തുന്ന ഒരു കാര്യമാണ്. ആയതിനാൽ ഒരാവശ്യമുള്ള കാര്യമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഗവൺമെൻറ് ഇതിലൂടെ ചില ക്ലാരിഫിക്കേഷനുകളാണ് തന്നിരിക്കുന്നത്. അത് പലപ്പോഴും സാധാരണഗതിയിൽ ഈ NGOയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലാണ് ഈ നിയമങ്ങൾ. അതായത് NGOയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള നിയമങ്ങളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പം പറയുകയാണെന്നില്ല, നിയമം അനുസരിച്ച് ഇതുവരെ we could have a pan-India NGO. That means ഒരിടത്ത് ഡൽഹി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ NGOക്ക് ഈ രാജ്യത്തിൻ്റെ എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പം അത് മാറ്റി വേറൊരു സ്റ്റേറ്റിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പോകുന്നതെന്നുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു നിശ്ചിത തുക ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. നമ്മൾ NGOയുടെ പ്രവർത്തനങ്ങൾ തന്നെ പറയുന്നത് പാവങ്ങളെ സഹായിക്കാനായിട്ടും അവർ
ദരിദ്രരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ കിട്ടുന്ന പൈസ ഇങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും പ്രവർത്തിക്കേണ്ട NGOകൾക്ക് കൊടുക്കാന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ തുകയാണ്. അത് NGOകളെ വളരെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. പിന്നീട് ഉള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 2 വർഷത്തിനകം 10 ലക്ഷം രൂപ എങ്കിലും ചെലവാക്കിയിരിക്കണം. ചെലവാക്കാത്ത NGOകളുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകും. ചെറിയ NGOകൾ, ചെറിയ വില്ലേജുകളിലൊക്കെ പ്രവർത്തിക്കുന്ന NGOകൾ അല്ലെങ്കിൽ ദിവസവും ഏജൻസികൾക്ക്, FCRA ഉള്ള ഏജൻസികൾക്ക് ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു വലിയ ഇതാണ്. കാരണം വെച്ചാൽ അവർക്ക് ചിലപ്പം 10 ലക്ഷം രൂപ കിട്ടാറുള്ളൂ, ചിലപ്പം 10 ലക്ഷത്തിൽ താഴെയായിരിക്കും കിട്ടുന്നത്. അപ്പം അങ്ങനെ വരുന്ന NGOയുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുന്നു. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അതിനാൽ ഗവൺമെൻറ്റിനോട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ള ഇതാണ്, ഇങ്ങനെ കഠിനമായ നിയമങ്ങൾ കൂടാതെ ഇങ്ങനെയുള്ള NGOകൾക്ക് സ്വതന്ത്രമായ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തെ താഴേക്കിടയിലുള്ള ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുവാനായിട്ട്, അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഗവൺമെൻറ് ഈ NGOകളെ സഹായിക്കണമെന്നുള്ളതാണ് നമുക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിലെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? നിയമപരമായിട്ട് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ലീഗലി നമുക്ക് ഇപ്പം അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്നലെയല്ലേ റൂൾ വന്നത്. പോരാത്തതിന് ഓൾറെഡി എ പ്രപ്പോസ്ഡ് ബിൽ ഈസ് ദെയർ. വി ആർ ട്രൈങ് ടു ലീഡ് ദ ഗവൺമെന്റ് ടു ചേഞ്ച് സച്ച് draconian law which has been already proposed. So we have been trying to appeal to the government, please change it, and we hope that the government will come up with a law that could help the NGOs to work for the development of our country. ഹോം മിനിസ്റ്റർ അങ്ങനെ എന്തെങ്കിലും കാണാനോ നിവേദനം കൊടുക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ മൈനോറിറ്റി മിനിസ്റ്റർ ബഹുമാനപ്പെട്ട കിരൺ റിജിജുവിനെയാണ് കാണാൻ പറ്റിയത്. അദ്ദേഹത്തെ കണ്ട് നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പല വഴിക്ക് പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്ററെ കാണാനായിട്ടുള്ള അനുവാദമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺറാഡ് സാങ്മയൊക്കെ അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൈനോറിറ്റി മിനിസ്റ്ററെ കാണുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് കേരള ഇലക്ഷൻ മാത്രമായിരുന്നു ഈ അമെൻമെന്റ് ബില്ല് മാറ്റിവെക്കാനുള്ള കാരണമെന്ന് സഭ കരുതുന്നുണ്ടോ? സഭയ്ക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ഫേസ്ബുക്ക് അക്കൗണ്ട്, എഴുതുന്ന ലേഖനങ്ങൾ, ഇതൊക്കെ കൊടുക്കണം. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് എന്ന രീതിയിൽ കാണുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഇന്ത്യയിലെ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ചില പൗരാവകാശങ്ങളുണ്ട്. ആ പൗരാവകാശങ്ങളുടെ മേൽ കടന്നു കയറാതിരിക്കണം എന്നുള്ളതാണ് എല്ലാ സിറ്റിസനെ പോലെയും സഭയുടെയും ചിന്ത. ഫാദർ, ഈ ഫോറിൻ ഫണ്ട് ഉപയോഗിക്കേണ്ട ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉപയോഗിക്കാനുള്ള ലിസ്റ്റ് അതിൽ പറയുന്നുണ്ട്. 105 ആക്ടിവിറ്റീസ്. അതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ടോ ആ ലിസ്റ്റ് പ്രകാരം? എനിക്ക് തോന്നുന്നു അത് ലിസ്റ്റിൽ ആരോഗ്യകരമായ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സാമൂഹ്യം എന്നതിൽ വരുമോ? അതിനകത്ത് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറയുന്നുണ്ട് മതപരിവർത്തനം പാടില്ല. മതപരിവർത്തനം അതൊന്നും ക്ലിയർ ആയിട്ടൊന്നും ഒരു ക്ലാരിറ്റി. അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചോട്ടെ. അതിൽ കൺവേർഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ അവർ ബോധപൂർവമായിരിക്കാം പ്രോസിലിറ്റൈസേഷൻ എന്നുള്ള വാക്കുകൾ. അപ്പോൾ അറ്റംപ്റ്റ് ടു കൺവേർട്ട് അങ്ങനെയുള്ള, അതായത് അറ്റംപ്റ്റ് ടു ചേഞ്ച് അതും കൂടി വരുമല്ലോ. ഒരു അതിനിടയ്ക്ക് ബിലീഫ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതും കൂടി അങ്ങനെയൊക്കെ ഉള്ള ഏത് തരത്തിലുള്ളതാണെങ്കിലും ആ ഒരു വാക്കിനകത്ത് വരാം. ഇതൊരു അംബിഗ്വിറ്റി നിലനിൽക്കുന്നുണ്ട്. ആ 105 ലിസ്റ്റുകൾ അത് റെസ്ട്രിക്റ്റീവ് ആണെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് റെസ്ട്രിക്ഷൻ ആയിട്ടാണല്ലോ ഈ 105 അവർ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെന്ന് വരില്ല
സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ പല മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം അടക്കം അനുവദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ ബ്രാക്കറ്റിൽ പറയുന്നത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ളതാകരുത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് വ്യാഖ്യാനിച്ചു. അപ്പോൾ മതവിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ പ്രോഫിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുള്ള നടപടികൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ അംബിഗ്വിറ്റീസ് നിലനിൽക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം. നമുക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി ഇല്ല. നേരത്തെ ശക്തമായിട്ടുള്ള സഭയുടെ ഒരു പ്രതിഷേധമൊക്കെ ഈ വിഷയത്തിലും മറ്റു പല വിഷയങ്ങളും ഉണ്ടായ സമയത്ത് പരിഗണിക്കാമെന്ന് ആവർത്തിച്ചാണ് ഈ കിരൺ റിജിജു പറഞ്ഞത്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നാലെ ഇപ്പം ഈ വർഷകാല സമ്മേളനം തൊട്ട് മുന്നേ ഈ ചട്ടം കൊണ്ടുവന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ഇലക്ഷന് മുമ്പാണോ പിൻപാണോ എന്നുള്ളതല്ല പ്രധാനം. കാരണം ഡ്യൂറിങ് ദ ഇലക്ഷൻ ടൈമാണ് അവർ എക്സാക്ട് ബില്ല് കൊണ്ടുവന്നത്. ഇപ്പം ഇത് കഴിഞ്ഞപ്പം വരുന്നു. പക്ഷെ അതും ഇതുമായിട്ടൊക്കെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ ചില സ്റ്റേറ്റുകളിൽ നടക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നില്ല. പക്ഷെ ഇത് അതിലോട്ട് ഉപരിയായിട്ട് പൊതുജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം നല്ല മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിഘാതമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതുവഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP പാർട്ടി നേതാക്കളുണ്ട്, അവരൊക്കെ ഇതിൽ ഇടപെടണമെന്ന ആവശ്യം അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ കേന്ദ്രം ഭരിക്കുന്ന നേതാക്കളെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്തെ ഓരോ നേതാക്കളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ NGOകളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്ന എല്ലാ നേതാക്കളും നൽകണമെന്നുള്ളതാണ്. അതായത് നടപടി എടുക്കണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നേരത്തെ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ MP-മാർക്കും മെയിലയക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ CBCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇനി ഉണ്ടാകുമോ ഈ വിഷയത്തിൽ? ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ MP-മാരെയും ലോക്കൽ തലങ്ങളിൽ കാണുവാനായിട്ട്, അല്ലെങ്കിൽ ലോക്കൽ തലത്തിൽ ചർച്ചിൻ്റെ നേതാക്കൾ പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മെമ്മോറാണ്ടങ്ങളൊക്കെ എഴുതി കൊടുക്കുവാനായിട്ടുള്ള പരിശ്രമത്തിലാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അതായത് ചർച്ച് മാത്രമല്ല, നിങ്ങൾ NGO എന്ന് പറയുമ്പം ചർച്ചുകളെ മാത്രം കാണരുത്. ഞാനതാണല്ലോ, ഞാൻ NGO എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി NGOകളുണ്ട്. അത് ചർച്ചിൻ്റെ മാത്രമല്ല, അല്ലാത്ത എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും, മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ സഭ ഇതിനകത്ത് വീണ്ടെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സഭ എന്നും പാവങ്ങളുടെ പക്ഷത്താണ്, പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാടും വീടും വിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് പാവങ്ങളുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന ഏത് കാര്യം വന്നാലും സഭ അതിനു വേണ്ടിയിട്ട് ശക്തമായിരിക്കും. ഇപ്പം പള്ളികൾ പള്ളികളിൽ പ്രതിഷേധമല്ല, സോറി, ഇത് സംബന്ധിച്ച ബില്ലിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന് പറയാൻ പറ്റില്ല, എന്നൊരു എതിർപ്പ് പള്ളികളിൽ അത് വായിക്കുമെന്നൊക്കെ പറഞ്ഞു. അത് കുറച്ചുകൂടി ശക്തമാക്കുമോ, അല്ലെങ്കിൽ അതിനെതിരെ മാറ്റമുണ്ടോ? ഇല്ല, ഞങ്ങളുടെ CBCI സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ സഭകളുടെയും അതുപോലെ തന്നെ പീപ്പിൾ ഓഫ് ഗുഡ് വിൽ എല്ലാവരും കൂടി ചേർന്ന് 28-ാം തീയതി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്ര നേതാക്കൾക്ക് വേണ്ടിയും, അതുപോലെ തന്നെ നിയമനിർമ്മാതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം സഭ എന്നും ക്രിസ്ത്യവിശ്വാസികൾ എന്നും പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഗവൺമെൻറ് മുന്നിൽ വച്ചിരിക്കുന്ന നമ്മുടെ ആ ഡിമാൻഡിന് അനുസരിച്ചുള്ള അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അധികാരം എന്നും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അധികാരമാണ് മനുഷ്യർക്കുള്ളൂ. അപ്പം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടൊരു ദിവസം ഞങ്ങൾ പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് CBCIയുടെ പ്രസിഡന്റ് എല്ലാ രൂപതകളിലെ മെത്രാന്മാരെയും എഴുതി അറിയിച്ചിട്ടുണ്ട്. അവരവരുടെ സ്ഥലങ്ങളിൽ, അവരവരുടെ ഇടവുകളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്
അത് പ്രാർത്ഥിക്കുന്നത് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് രാജ്യത്തിനും രാജ്യത്തെ നേതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി. അതിലുപരിയായിട്ട് ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകൾക്കനുസരിച്ച് ഒരു നിയമനിർമ്മാണം നടക്കണമേ എന്ന്. മറ്റ് സഭയ്ക്ക് പുറത്തുള്ള മറ്റ് NGO-കളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ FCR കിട്ടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ല, സഭയിൽ ബന്ധപ്പെടുന്ന എല്ലാവരും കൂടെ കൂടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടക്കുന്നുണ്ട് പല വേദികളിലും. ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ NGO-കൾ ഇപ്പോൾ FCR ലൈസൻസ് ഉള്ള എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണല്ലോ. ഈ CBCയുടെ ഒരു കണക്കിൽ അങ്ങനെ എത്ര NGO-കൾ കാത്തലിക് ചർച്ചിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ അതുമായി ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ? How many NGOs? We will have around 1,000 plus NGOs will be. Many NGOs are they there. have gathered under the banner of different forums. Like now there is one PC. Going after that. So similarly there are in different states like-minded NGOs, not only Christian. There are Hindu NGOs, there are Muslim NGOs also have come together under different forum opposing all this. ഇതിൽ ഒരു കഴിഞ്ഞ തവണ FCR നിയമത്തിന്റെ ഭേദഗതി വന്നപ്പോൾ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ടാൽ സ്വത്തുവകകൾ സർക്കാരിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു അന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വന്നിട്ടുള്ള ചട്ടം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ രജിസ്ട്രേഷൻ പോകും എന്നതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ വ്യക്തത തരികയാണ്. ചുരുക്കി പറഞ്ഞത് കൃത്യമായിട്ടും ഇത് നമ്മുടെ NGO-കളുടെ പ്രവർത്തനങ്ങൾ, ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ എന്നുള്ള രീതിയിലല്ല, NGO-കളുടെ പ്രവർത്തനത്തിനെ കൃത്യമായിട്ട് എങ്ങനെ കൂട്ടാം എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് തുറന്ന് പറയുന്നതിൽ CBCIക്ക് ഇപ്പോഴും CBCI പിന്നോക്കം നിൽക്കുകയാണ്. കാരണം ഒരു വിമർശനമായിട്ടെങ്കിലും, അതായത് ഇത് ഇത്തരത്തിൽ സർക്കാർ അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല, സർക്കാരിന് ഇങ്ങനെ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നില്ല എന്ന് പറയല്ലാതെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഒരു പ്രതികരണമായി പോലും പുറത്തു വരുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് തന്നെ പറഞ്ഞതല്ല, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുക അല്ലതുവരെ തന്നെ നിന്നു പോകും. ആ ഒരു രീതിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ല. പ്രാർത്ഥന ദിനം എങ്ങനെയാണ് അത് ഡൽഹി വെച്ചിട്ടൊക്കെ അത് ഓരോ രൂപതകളിലും അതൊരു തീരുമാനിച്ചിട്ടുണ്ട്. അല്ലല്ല, ഞായറാഴ്ച എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ നടക്കാൻ, അല്ലാണ്ട് മറ്റൊരു രീതിയിൽ അല്ല. അന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഓരോ സ്ഥലത്തും അവിടുത്തെ മെത്രാന്മാർ ഏത് തരത്തിലാണ് തീരുമാനിച്ചിരിക്കുക അതനുസരിച്ച് അതിൽ നമ്മളിപ്പോ ഇത് നിയമവിരുദ്ധമാണ് എന്ന നിലപാട് നമുക്ക് ഉണ്ടല്ലോ, ഇപ്പൊ പുതിയത് വരുന്നത് അടക്കം, അതിനെതിരെ കോർട്ടിനെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടോ? അത് ഈ സമയത്ത് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. വി ആർ വാച്ചിങ്. We cannot. No, we cannot. It's not a law is not made. I mean, these rules are come. This amendment has been not completed. We can't go. We have to wait and watch it. When or what we say is not accepted, then there are court is also option. No? It's last we have to go to the court only. പക്ഷെ ഇപ്പൊ ചട്ടങ്ങൾ നിലവിൽ വന്നു. ഇപ്പൊ അന്ന് പറഞ്ഞ പോലെ തന്നെ 10 ലക്ഷം രൂപ മാത്രം വരുമാനം കിട്ടുന്ന NGO-കളും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുള്ളതാണ്. വൈകി പോകുന്നില്ല. നമ്മളിതെല്ലാം വാച്ച് ആൻഡ് സീ എന്നുള്ള മോഡലിലേക്ക് പോകുമ്പോൾ സഭ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല. സഭ ഒരു ആധ്യാത്മിക ഓർഗനൈസേഷനാണ്. അതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് വിചാരിച്ച് രാഷ്ട്രത്തിൽ ഇടപെടുന്നില്ല എന്നല്ല, രാഷ്ട്രത്തിൽ ഇടപെടാറുമുണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ. അല്ലാണ്ട് നമ്മൾ രാഷ്ട്രീയക്കാർ പറയുന്നത് നമുക്ക് എടുത്തു ചാടി അല്ലെന്നവരിൽ നമ്മളൊരു വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡല്ല. ലീഗലായിട്ട് നമ്മളത് പോകുന്നുണ്ട്. എന്തോ ലീഗലായിട്ട് നടപടി സ്വീകരിക്കാൻ ലേറ്റ് ആവുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ only bill is introduced. So far that bill has been not passed. Now this rule has come. Only day for yesterday the rule has come. We are studying about it, and as the days come, we may go to the court. There is no other way. ഫാദർ, ഇപ്പോൾ ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് FCR ലൈസൻസ് ഉണ്ട്. അതുപോലെ ക്രിസ്ത്യൻ കണക്ഷൻ ഉള്ള എത്ര NGO-കൾക്ക് രാജ്യത്ത് FCR ലൈസൻസ് ഉണ്ടെന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. എന്തായാലും 10,000-ഓളം എങ്കിലും അതിൽ കൂടുതലെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. FCR ലൈസൻസ് തീർച്ചയായിട്ടും
അതുപോലെ ഇവിടെ ലൈസൻസ് വളരെ കർശനമാക്കിയാണ് എൻജിഒയുടെ കാര്യം ചെയ്യുന്നത്. പക്ഷേ RSS പ്രവർത്തിക്കാൻ ലൈസൻസേ വേണ്ട, രജിസ്ട്രേഷനേ വേണ്ട എന്നാണ് അവർ തന്നെ പറയുന്നത്. എൻ്റെ പഠനമനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരിക്കുന്നതനുസരിച്ച് ഈ രാജ്യത്ത് ഏതൊരു ഓർഗനൈസേഷനും നിയമപരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്കത് രജിസ്റ്റർ ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷന് അല്ലെന്ന വരിയിൽ നമ്മുടെ നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾ അനുസരിച്ച് അതിനൊക്കെയുള്ള നിയമങ്ങളുണ്ട്. സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ അക്കൗണ്ടുകൾ കാണിച്ചിരിക്കണം, ഓഡിറ്റിംഗ് നടത്തണം. ഇതൊക്കെ രാജ്യത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് എല്ലാ ഓർഗനൈസേഷനുകളും അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ചില പ്രത്യേക ഏജൻസിയെ പറ്റി എനിക്ക് അഭിപ്രായം പറയാനായിട്ട് താല്പര്യമില്ല. ഇത് പറയുമ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നത് രാജിവെച്ചു. ഇപ്പോൾ ഒരാളും ഇല്ലാതായി. പ്രാതിനിധ്യം പോലുമില്ല, മുസ്ലിം ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു കേന്ദ്ര മന്ത്രിസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതേ സഭ എങ്ങനെയാണ് കാണുന്നത്? അല്ലെ കത്തോലിക്ക സഭ എങ്ങനെയാണ്? ജോർജ് കുര്യൻ രാജിവെച്ചു. കാലാവധി അദ്ദേഹം രാജ്യസഭ സ്വീകരണം കൊടുത്തില്ല. പകരം ഒരാൾ വരുന്ന സാധ്യത പോലും കാണുന്നില്ല. കഴിഞ്ഞ ഗവൺമെന്റിൽ ജോൺ ബർള പേരുന്ന ഒരു ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു. ഇത്തവണ ആരുമില്ല. തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകമായ കാര്യമാണ്. We will request the government to have, even if somebody is there, I don't think they are making any extra effort. അതായത് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഇല്ലാത്തത് ആശങ്കയുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഈ അമിത്ഷായെ പലതവണ കാണാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ മാസങ്ങളായല്ലോ പഴയ ബില്ലൊക്കെ കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അനുമതി കിട്ടാത്തത്? അദ്ദേഹത്തോട് ചോദിക്കുന്നുള്ളതല്ല, എങ്കിലും സഭ ഇങ്ങനെ ആവർത്തിച്ച് CBCI ശ്രമിക്കുന്നു, PM-ഉം പ്രസിഡന്റും അടക്കം വന്ന ഒരു സ്ഥലം കൂടെയൊക്കെയാണ്. എന്നിട്ടും ഹോം മിനിസ്റ്ററെ കാണാനായിട്ട് എന്തുകൊണ്ടാണ് പറ്റാത്തത്? Anyway, we will try again. We can only request. ഒരു പക്ഷെങ്കിൽ അവർക്ക് സമയം ഉണ്ടായിരിക്കില്ല നമ്മളെ കാണാൻ വേണ്ടി, അതുകൊണ്ടായിരിക്കാം, മറ്റു തിരക്കുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ വി ആർ നോക്കിംഗ് അറ്റ് ദ ഡോർ. മുമ്പ് പറഞ്ഞു ആക്ടിവിറ്റീസിന്റെ കാര്യം, പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ. ഏതാ പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ 95 ആക്ടിവിറ്റീസ് ആണ് അതിനകത്ത് മെൻഷൻ. അപ്പോൾ നമ്മൾ അതിന് മുൻപുള്ള അവസ്ഥയിൽ ഇപ്പോഴത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു റീഡിഫൈൻഡ് ലിസ്റ്റ് കൊണ്ടുവന്നതെന്നാണ് അതിൻ്റെ ഒരു ഇന്റൻഷൻ എന്താണ് CBCI കരുതുന്നത്? കുറച്ച് ക്ലാരിഫിക്കേഷൻസ് നമുക്ക് തരുന്നതായിരിക്കാം. നമുക്ക് അനുകൂലമാണെന്നുള്ള ഇതിലാണോ? ഇല്ല, അനുകൂലമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അനുകൂലമല്ല പല നിയമങ്ങളും നമുക്കറിയാം. പക്ഷേ കുറെ ക്ലാരിറ്റികൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം കുറെ ക്ലാരിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിൽ വന്ന ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഞങ്ങൾക്ക് കാനഡയിൽ നിന്നും UK-യിൽ നിന്നും US-ൽ നിന്നും ഫണ്ടൊന്നും വരുന്നില്ല എന്നുള്ളത്. ഇത് തന്നെയാണോ പ്രധാന പ്രശ്നം? ഈ ഫണ്ട്, വിദേശ ഫണ്ടിങ്ങിന് അനിയന്ത്രിതമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രശ്നം. തുഷാർ വെള്ളാപ്പള്ളിയായിട്ട് ബന്ധപ്പെടുത്തി അല്ല, അദ്ദേഹം ഇവിടെ നിങ്ങളൊരു കമന്റ് പറഞ്ഞായിരുന്നു, SN ട്രസ്റ്റിന് വിദേശത്ത് നിന്ന് UK, US, കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് വരുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഫണ്ട് അവരുടെ അംഗങ്ങളൊക്കെ പിരിച്ചെടുക്കുന്ന പൈസയാണ്, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തി ഉണ്ടാക്കുന്ന പൈസയാണെന്ന് പറഞ്ഞിരുന്നു. ഇത് പ്രധാന പ്രശ്നം ഈ വിദേശത്ത് നിന്ന് ഇങ്ങനെ കണക്കില്ലാത്ത രീതിയിൽ ഫണ്ട് വരുന്നതാണോ? കണക്ക് കൃത്യമായി കൊടുക്കാൻ പറ്റുന്നതിൽ എന്തെങ്കിലും ക്രമപ്രശ്നമാണോ? ഈ കണക്കില്ലാത്ത രീതിയിൽ എന്ന് പറയുന്നത് ശരിയല്ല. സഭയെ സംബന്ധിച്ചുള്ള കത്തോലിക്ക സഭയെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഏത് NGO ആണെങ്കിലും നിലവിലുള്ള നിയമം അനുസരിച്ച് അവരെല്ലാ വർഷവും കൃത്യമായിട്ട് ഓഡിറ്റിംഗ് നടത്തുകയും ഓഡിറ്റഡ് റിപ്പോർട്ട്, അതായത് ഇൻകം ടാക്സ് റിപ്പോർട്ട് അല്ലെങ്കിൽ IT കൃത്യമായിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. All these years we are being giving and they are approving our audited accounts. So there is no fund that is unaccounted. Everything is accounted. It's not a huge amount compared to her budget. It's just peanuts like. It's a very small amount that all NGOs put together also it may not cross even 2-3%. It was already mentioned in the last session, the parliament only. So, 21,000 crores, which is not a big amount. It's very small amount. പിന്നെ
അമേരിക്ക, കാനഡ അല്ലെന്നൂരിൽ ന്യൂസിലൻഡ് പൈസ വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അവർ എവിടെ അവരുടെ സഹോദരങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് അവിടെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ തരും. അത് മറ്റുള്ളവർ വേദനിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. ഞങ്ങളിപ്പോൾ ക്യാൻസലേഷൻ റദ്ദാക്കിയ കുറച്ച് കേസുകളെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്ന കേസുകൾക്ക് പോലും ഇത് ക്യാൻസലാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ കൽക്കട്ട ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഗവേഷണത്തിന് വേണ്ടി അമിതമായി ഫണ്ട് ഉപയോഗിച്ചു എന്ന പേരിൽ അവരുടെ FCRA ലൈസൻസ് ക്യാൻസലാക്കി. അതായത് ഒരു ഗവേഷണം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് രോഗം എങ്ങനെ പകരുന്നു, അതിന് പ്രതിവിധി എങ്ങനെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ മരുന്നുകൾ കണ്ടെത്തണം, അതാണ് ഗവേഷണത്തിന് വേണ്ടി പൈസ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പൈസ ഉപയോഗിച്ചത് ശരിക്കും ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഗവേഷണത്തിന് വേണ്ടി എക്സസ് മണി ഉപയോഗിച്ചുള്ള പേരിൽ ഒരു പൊതുവായിട്ടുള്ള കാത്തലിക് അല്ല പൊതുവായിട്ടുള്ള ഒരു NGOയുടെ ലൈസൻസ് റദ്ദാക്കി. അപ്പം നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഒരുപാട് FCRA ലൈസൻസ് കട്ടായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊരു ആശങ്കാജനകമാണ്. ജനങ്ങൾക്ക് കിട്ടാവുന്ന ആ ഹോസ്പിറ്റൽ വഴിയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയൊക്കെ ജനങ്ങൾക്ക് കിട്ടാവുന്ന ഒരുപാട് നന്മകൾ അത് റദ്ദായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ സഭയുടെ മറ്റൊരു ആശങ്ക. സിസ്റ്റർ, അതിനകത്ത് ഇപ്പോൾ നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ സഭയുടെ അടുത്തുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഏകദേശം ക്യാൻസൽ ആക്കിയിട്ട് അല്ലെങ്കിൽ വിത്തുകൊണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് നമ്മുടെ കൃത്യമായിട്ടൊരു ലിസ്റ്റ് ഇല്ല. എങ്കിലും നമ്മളൊരു ലിസ്റ്റ് കൊടുത്തതിൽ നമുക്ക് ഒരു ഏകദേശം അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു 85-90 കേസസ് നമ്മൾ നോക്കിയത് അങ്ങനെയാണത്. ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് സഭയുടെ NGOകൾ ക്യാൻസൽ ആയപ്പോഴത്തേക്ക് നല്ലെന്നൂരിൽ FCRA റിന്യൂ ചെയ്യാത്ത വെറും ഫ്ലിപ്സി റീസണുകളാണ്. അതായത് ഇത് കൃത്യമായിട്ട് വെബ്സൈറ്റിൽ എൻട്രി ചെയ്തില്ല. മോസ്റ്റ് ഓഫ് ദ കേസസ് വി ഹാവ് ഈസ് അവർ ഓഡിറ്റേഴ്സ് might have made the mistake, maybe because of their foresight or their difficulties. Because this is rectify ചെയ്യാൻ സമയം കിട്ടിയാൽ ചെയ്യാമായിരുന്ന കേസുകൾ. If they have asked and if we have been given a hearing, we could have clarified and we could have done. കംപ്ലൈന്റ്സ് ബർഡൻ ഓരോ പ്രോബ്ലം. Yes, it is കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫോറൻസിക് എവിഡൻസ് ഓഡിറ്റ്, you are asking for the accounts of the last 10-20 years and asking us to upload in 3 days time. It's almost impossible. If you don't do it, it's gone. And see, simply it means if you want to target someone, you can target, even if the person has got everything in order, small things are where you pick up and then you can even target. So that is what basically happens, may happen. In this case also, I heard that one of the points is that 10 lakh maximum threshold of maximum activity spent. But this rule came recently. But in the past also, maybe there might have been some NGOs whose FCRA might have cancelled because of this. Because this was not clarified those days in the past amendment, and some NGOs must have also lost their registration, FCRA registration, because of this law, this rule, which came more clearly now in this amendments. So, like these things are there. That is what is our worry. That is why we oppose it. വേറൊരു പ്രത്യേകമായിട്ടുള്ള കാര്യം, കീ ഫങ്ഷണറീസിൻ്റെ ഡെഫിനിഷൻസ് അങ്ങ് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ വലിയ ത്രെട്ടാണ്. ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും താഴെക്കിടയിൽ വർക്ക് ചെയ്യുന്ന ആൾ പോലും അതിനകത്ത് ഈ ഫങ്ഷണറീസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെടാം. അപ്പോൾ ഒരു ചെറിയ ഡിഫോൾട്ടർ പോലും ഓർഗനൈസേഷനെ ബാധിക്കും. അതിൻ്റെ ക്യാൻസലേഷനിലേക്ക് ലീഡ് ചെയ്യാം. പ്രോബോളിയൻ അക്കൗണ്ടൻറ്റ്, അൻ ഓഫീസ് ബെയർ, അങ്ങനെയുള്ളവരുടെ ഡിഫോൾട്ടിങ് പോലും, ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പോലും, ഒരു ടെക്നിക്കൽ ഇഷ്യൂ പോലും ഇങ്ങനത്തെ ഒരു ഇത്രയും വളരെ സുതാര്യമായിട്ടും ഇത്രയും വലിയ നന്മ വരേണ്ട ഒരു കാര്യത്തിനെ ക്യാൻസലേഷനിലേക്ക് ലീഡ് ചെയ്യും. അതൊരു വലിയ ആശങ്ക തന്നെയാണ്. കാരണം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പല ബ്രാഞ്ചുകളായിട്ടൊക്കെ ചെയ്യുന്ന FCRAയിൽ
ഇത്ര പെട്ടെന്നുള്ള ഇതുപോലത്തെ വളരെ ലീനിയൻ്റ് ആയിട്ടുള്ള പൊസിഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനുണ്ട്. ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള പരിപാടിയാണ്. ഇത് ഞാൻ പറയുന്നില്ല ശ്വാസം മുട്ടിക്കോ ശ്വാസം പിടിച്ച് കൊല്ലും. എന്തായാലും ഈ റൂൾസ് അടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നു. ഒരു സഫോക്കേറ്റീവ് സിറ്റുവേഷൻ. നിങ്ങൾ പറഞ്ഞ പോലെ 105 പ്രപ്പോസ്ഡ് ലിസ്റ്റ് അല്ലെങ്കിൽ പർപ്പസ് ലിസ്റ്റ് കൊണ്ടുവന്നിട്ട് പണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു മേജർ 5 ഹെഡിങ്ങിലായിരുന്നു. അപ്പോൾ ആ മേജർ 5 ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ നന്മയായിട്ടുള്ളതെല്ലാം ചെയ്യാം. ആ കാറ്റഗറിയിൽ പെടുന്ന ടാർഗറ്റ് ഗ്രൂപ്പിന് ആവശ്യമായ നന്മയൊക്കെ ചെയ്യും. ഇപ്പോൾ ആ പ്രപ്പോസൽ ആ 105 എണ്ണത്തിലേക്ക് ഒതുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പലതിനെ അതിനകത്ത് പെടുന്നില്ല എന്ന് നിർവചിക്കാൻ എളുപ്പം. ഇൻ്റർപ്രിട്ടേഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റം അത് എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുള്ള ആശങ്ക നമുക്കുണ്ട്. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. പെട്ടെന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു നാച്ചുറൽ കലാമിറ്റീനെ അഡ്രസ്സ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ അതിനെ കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ റൂൾസിലെ ചേഞ്ചസ് അതിനൊക്കെ വലിയൊരു ത്രെട്ടാണല്ലോ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം അവതരിപ്പിച്ച് വെച്ചിരിക്കുന്ന ബില്ല്, ഭേദഗതി ബില്ല്. അതായത് NGO-കളുടെ ഏതെങ്കിലും FCR എപ്പോഴേക്കും ചാൻസായ അവരുടെ സ്വത്തുക്കൾ മൊത്തം കണ്ടുകെട്ടാമോ, നിങ്ങൾ വലിയ തുകയിൽ ഒരു ചെറിയ ശതമാനം FCR പോലെ മൊത്തം പിടിച്ചെടുക്കാമോ ഒക്കെയുള്ള നിയമങ്ങൾ. അതിനെ ഇങ്ങനെ അതിനോടുള്ള ഇനിയുള്ള സമീപനം എന്താകും? അതിനെതിരായിട്ടാണല്ലോ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും നമ്മൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടുള്ളതാണല്ലോ മൈനോറിറ്റി മന്ത്രി കിരൺ റിജിജുവിനെ കണ്ട് നമ്മുടെ സംഘടനകൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇന്നെല്ലാം പ്രശ്നങ്ങളാണ്. ഇതെല്ലാം വളരെ നെഗറ്റീവായ രീതിയിൽ നമ്മുടെ NGO-കളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ്: നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അകത്ത് അതിനനുസൃതമായ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒരു പൗരന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ലഭിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഏർപ്പെടുത്തി തരണമെന്നുള്ള അപേക്ഷയാണ് ഗവൺമെന്റ് കൊണ്ടുവയ്ക്കുന്നത്. So thank you so much for coming here, and I know the other press conference also is very important on the same issue, so you can go ahead to cover that press conference. Thank you once again, and if anything is there, developments, we will surely inform you and keep you up to date. Thank you so much. Yeah, you can have tea before going in the refectory, please. Yeah.